കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സുധീഷിൻ്റെ കാറിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുധീഷിൻ്റെ ഫോണിലോട്ട് ഒരു കോള് വരുന്നുണ്ട്. എന്നിട്ട് സുധീഷ് അത് എടുത്തിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ കോളിൽ ചെയ്യുന്ന ആൾ പറയും, ഞാനൊരു 10 മിനിറ്റിനകം അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷ് പറയും, ഓക്കെ സർ, ഞാൻ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. പിന്നീട് സുധീഷ് ഇങ്ങനെ പുറത്തോട്ടേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് വണ്ടിയുടെ അടുത്തേക്ക് നികേഷ് വരും. അപ്പോൾ സുധീഷ് നികേഷ് എന്ന് വിളിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് സുധീഷിൻ്റെ കൂടെ ഒരു പെൺകുട്ടിയെ കൂടി കാണുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് നികേഷിനോട്, എനിക്ക് പേടിയാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നികേഷ് പറയും, പേടിക്കണ്ട എന്ന് പറയുകയാണ്. എന്നെ ആണോ പേടി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടി പറയും, അതല്ല എന്ന് പറയുകയാണ്. അപ്പോൾ നികേഷ് പറയും, വീട്ടിലാണെന്നുണ്ടെങ്കിൽ ആളുകളെല്ലാവരും ഉണ്ടാകും, ഇനി പുറത്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് എല്ലാവരും കാണും, അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഹോട്ടലിലോട്ട് വന്നത്. ഇവിടെ ആകുമ്പോൾ ആരും ഒന്നും ചോദിക്കുക പറയുകയൊന്നും ചെയ്യില്ല, നമ്മൾ കുറച്ച് നേരം സംസാരിക്കാനും വേണ്ടിയിട്ടല്ലേ വന്നത് എന്ന് പറയണ്. ഈ ഹോട്ടൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മാമൻ്റെ ഹോട്ടലാണ്, അതുകൊണ്ട് പേടിക്കണ്ട. ഇതെല്ലാം കണ്ടുകൊണ്ട് സുധീഷ് ഇങ്ങനെ വണ്ടിയിൽ ഇരിക്കുകയായിരിക്കും. പിന്നീട് നികേഷ് ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, വാ നമുക്ക് അകത്തോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെയും കൊണ്ട് അകത്തോട്ടേക്ക് കയറി പോവുകയാണ്. അപ്പോഴാണ് നികേഷിൻ്റെ ഫ്രണ്ട് ഹോട്ടലിൻ്റെ അടുത്ത് നിന്നും നികേഷിൻ്റെ അടുത്തോട്ടേക്ക് വരും. എന്നിട്ട് നികേഷിനോട് പറയും, നിങ്ങൾ അകത്തോട്ടേക്ക് പോയിക്കോളി, ഇതാ ചാവി എന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ നികേഷ് ആ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി ഹായ് എന്ന് പറയും. അപ്പോൾ നികേഷിൻ്റെ ഫ്രണ്ട് ഹായ് എന്ന് പറയും. നികേഷിൻ്റെ ഫ്രണ്ട് ചോദിക്കും, സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെൺകുട്ടി പറയും, സുഖമാണെന്ന് പറയണം. അപ്പോൾ നികേഷിൻ്റെ ഫ്രണ്ട് പറയും, എത്രയും പെട്ടെന്ന് സംസാരിച്ച് ഇറങ്ങണം, മാമന് എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണ്. അപ്പോൾ നികേഷ് പറയും ഓക്കെ എന്ന് പറയണം. അപ്പോൾ ഇതെല്ലാം കാറിലിരുന്നു കൊണ്ട് സുധീഷ് കാണുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണേ, എന്തിനാണ് മുറിയുടെ ചാവിയൊക്കെയെന്ന് ചിന്തിക്കുക. പിന്നീട് നികേഷ് ആ പെൺകുട്ടിയെയും കൊണ്ട് ഹോട്ടലിലോട്ട് കയറിയാണ്. ആ സമയത്ത് കാറിൽ നിന്നും സുധീഷ് നികേഷ് എന്ന് വിളിക്കുകയാണ്. അപ്പോൾ നികേഷും ആ പെൺകുട്ടിയും തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടു കൂടി സുധീഷ് കാറിൽ നിന്നും ഇറങ്ങി അവരുടെ അടുത്തോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട്. എന്നിട്ട് നികേഷിനെ വലിച്ച് ഹോട്ടലിൻ്റെ മുന്നിൽ നിന്ന് റോട്ടിലോട്ട് വലിച്ചിടുന്നുണ്ട്. എന്നിട്ട് സുധീഷ് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ പെൺകുട്ടിയെയും കൊണ്ട് നീ ഇപ്പോൾ ഈ ഹോട്ടലിലോട്ട് വന്നതെന്ന് ചോദിച്ചുകൊണ്ട് സുധീഷ് നികേഷിൻ്റെ മുഖത്തടിക്കുകയാണ്. അപ്പോൾ നികേഷ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഏട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിയും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടാണ് നികേഷ് വന്നതെന്ന്. പെട്ടെന്ന് കാറിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് സുധീഷ്. ഇതെല്ലാം സ്വപ്നമായിരുന്നു എന്ന് പെട്ടെന്ന് സുധീഷ് ചിന്തിക്കുകയാണ്. പിന്നീട് ഫോൺ എടുത്തുകൊണ്ട് നികേഷിനൊന്ന് വിളിക്കട്ടെ എന്ന് കരുതിയിട്ട് ഫോൺ എടുത്ത് നികേഷിനെ അടിക്കുകയാണ്. അടിക്കാൻ നിൽക്കുന്ന സമയത്ത് ഫോണ് സുധീഷ് കട്ട് ചെയ്യുന്നുണ്ട്, ഇത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ സുധീഷ് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. സുഭാഷിനെയും ചാന്ദിനിയെയാണ് കാണിക്കുന്നത്. സുഭാഷും ചാന്ദിനിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സുഭാഷിൻ്റെ ഫോണിലോട്ട് നികേഷിൻ്റെ സ്കൂളിൽ നിന്നും ഹെഡ് മാസ്റ്റർ വിളിക്കുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഫോൺ എടുത്ത് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം സുഭാഷിനോട് പറയുന്നുണ്ട്, നികേഷ് ഒരാഴ്ചയായി സ്കൂളിൽ വന്നിട്ട് ഇത്രയും ദിവസമൊന്നും ലീവ് എടുക്കാൻ പറ്റില്ല, ഏകദേശം 80% എങ്കിലും അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എക്സാം എഴുതിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയാണ്. ആ സമയത്ത് സുഭാഷ് പറയും, നികേഷ് എന്നും കോളേജിലോട്ട് തന്നെ വരുന്നുണ്ടല്ലോ, ഇന്നും കോളേജിലോട്ട് വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയും, ഇന്ന് നികേഷ് കോളേജിലോട്ട് എത്തിയിട്ടില്ല, ഇനി അഥവാ വരുന്നില്ലെങ്കിൽ അത് കോളേജിലോട്ട് വിളിച്ച് പറയേണ്ട ഉത്തരവാദിത്വവും ഉണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ ഇത് കേൾക്കുന്ന സുഭാഷ് ആകെപ്പാടെ ടെൻഷൻ അടിക്കുകയാണ്. പിന്നീട് അവർ സംസാരിച്ച ശേഷം ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ചാന്ദിനി സുഭാഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം എന്ന്. ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട്, നികേഷ് ഒരു ആഴ്ചയായിട്ട് കോളേജിൽ ചെന്നിട്ടില്ലെന്നാണ് പറയുന്നത്, ഇന്നും കൂടെ അവൻ കോളേജിലോട്ട് പോയതാണെന്ന് പറയുകയാണ്. ഒരു നിമിഷം എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് അവിടെ നിന്നും പോകുകയാണ്. പിന്നീട് സുഭാഷ് ഫോൺ എടുത്തിട്ട് നികേഷിനെ അടിക്കുകയാണ്. അടിക്കുന്ന സമയത്ത് നികേഷ് ഫോൺ എടുക്കുന്നില്ല. അതിലാണ് സുഭാഷ് ഇങ്ങനെ ചിന്തിക്കുന്നത്, നികേഷ്
സുധീഷ് കോളേജിലോട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് സുഭാഷിനോട് ഒരു 2000 രൂപ എക്സാം ഫീസ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് എന്ത് എക്സാം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് മോഡൽ എക്സാം എന്ന് പറയുകയാണ്. അതിങ്ങനെ ചിന്തിക്കുകയാണ് സുഭാഷ്. പിന്നീട് കാണിക്കുന്നത് നികേഷിനെയും ആ പെൺകുട്ടിയാണ്. അങ്ങനെ നികേഷും ആ പെൺകുട്ടിയും ഫോണിൽ എന്തോ ഗെയിം കളിക്കുകയായിരിക്കും. അങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് സുധീഷ് ഇങ്ങനെ കാറിലിരിക്കുകയാണ്. ആ സമയത്താണ് ഹോട്ടലിൻ്റെ മുന്നിലോട്ട് ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട്. ജീപ്പ് കണ്ട സുധീഷ് എന്തിനാ ഇപ്പോൾ പോലീസ് വന്നതെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നികേഷ് എന്ന് വിളിച്ചുകൊണ്ട് സുധീഷ് കാറിൽ നിന്നും ഇറങ്ങുകയാണ്. പോലീസുകാർ ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് ചെല്ലുകയാണ്. പോലീസ് ചെന്ന് റിസപ്ഷനിൽ ചെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മുതലാളി എവിടെ, പെട്ടെന്ന് വരാൻ പറയുക എന്ന് പറയുകയാണ്. പിന്നീട് നികേഷിനെയും ആ പെൺകുട്ടിയാണ് കാണിക്കുന്നത്. അവരങ്ങനെ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സമയത്താണ് പോലീസുകാരുടെ അടുത്തോട്ടേക്ക് നികേഷിൻ്റെ ഫ്രണ്ട് വരുന്നത്. എന്നിട്ട് നികേഷിൻ്റെ ഫ്രണ്ട് പോലീസുകാരോട് ചോദിക്കുന്നുണ്ട് എന്താ സാറേ പ്രശ്നം എന്ന്. അങ്ങനെ പോലീസ് പറയുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് പറയണോ, ഇവിടെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ് വന്നതാണെന്ന് പറയണേ. അപ്പോൾ നികേഷിൻ്റെ ഫ്രണ്ട് പറയും അത് സാറിനോട് ആരെങ്കിലും വെറുതെ പറഞ്ഞതാകും എന്ന് പറയണേ. അപ്പോൾ പോലീസ് പറയും നീ അതിന് കൂട്ടു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നികേഷിൻ്റെ ഫ്രണ്ട് പറയും ഇല്ല സാറേ. പോലീസ് പറയും ഞങ്ങൾക്ക് എല്ലായിടത്തും ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയണേ. അപ്പോൾ നികേഷിൻ്റെ ഫ്രണ്ട് പറയും സാറേ ഇവിടെ ഇപ്പോൾ നിറച്ച് കസ്റ്റമേഴ്സും ആളുകളൊക്കെ ഉള്ളത് എന്ന് പറയണേ. അപ്പോൾ പോലീസ് പറയും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ഓർഡർ വന്നിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾക്ക് നീങ്ങണം എന്ന് പറയും. പോലീസ് നികേഷിൻ്റെ ഫ്രണ്ടിനോട് പറയും ഇവിടെ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ടല്ലോ, കള്ളത്തരം ഉള്ളത് കൊണ്ടാണല്ലോ നീ പേടിക്കുന്നത്. ഇതെല്ലാം കേട്ടുകൊണ്ട് സുധീഷ് ഇങ്ങനെ പുറത്ത് നിൽക്കുകയായിരിക്കും. ആ സമയത്ത് സുധീഷ് എടാ നികേഷ് നീ എങ്ങനെയെങ്കിലും പുറത്തോട്ടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ആ സമയത്ത് വേറൊരു പോലീസുകാരൻ പറയും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല, ഇപ്പോൾ ഇവിടെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സുധീഷിനെ ഹോട്ടലിൽ നിന്നും പുറത്തോട്ടേക്ക് ആക്കുക. പോലീസ് അങ്ങനെ എല്ലാ മുറികളും ഇങ്ങനെ തുറന്ന് ചെക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകളെ ഹോട്ടലിൽ നിന്നും പിടിക്കുന്നുണ്ട്. ഇതൊന്നും അറിയാതെ നികേഷും നികേഷിൻ്റെ ഗേൾഫ്രണ്ടും കൂടെ ഹോട്ടലിൽ ഇരുന്ന് സംസാരിക്കുകയായിരിക്കും. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇതിൻ്റെ ബാക്കി കേൾക്കണം എന്നുണ്ടെങ്കിലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി.